17 കൂടെ രാജിവെച്ചപ്പോൾ അത് എല്ലാവരിലേക്കും ആരോപണങ്ങൾ എത്തുകയല്ലേ? അതിൽ പലരും അതിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ഒരുമിച്ച് ഒരു രാജി വേണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം, കമ്മിറ്റിയെ പിരിച്ചുവിടണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം. അത് തീർച്ചയായിട്ടും ശരിയല്ലേ? അത് നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം ഇത്രയും 506 അംഗങ്ങളോ മറ്റോ ഉണ്ട്. 506 അംഗങ്ങളിൽ എന്തായാലും ഒരു 4-3 പേര് ശതമാനം ആൾക്കാർ അവിടെ വോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവരെല്ലാവരും ഈ പറയുന്ന, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അവിടെ അതിനകത്ത് ആ സ്ഥാനങ്ങളിലിരിക്കുന്നത്. അപ്പോൾ അവരാ വോട്ട് ചെയ്തവരോട് കാണിച്ച ഒരു വഞ്ചനയായിട്ടാണ് അതെനിക്കത് തോന്നുന്നത്. എല്ലാവരും രാജിവെച്ചത്. ഇന്നലെ പൃഥ്വിരാജ് അടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇനി ഈ യങ്സ്റ്റേഴ്സ് നേതൃനിരയിലേക്ക് വരുന്നതിനെ കുറിച്ച് അതാണ് ഒരു അനിവാര്യത എന്ന് പറയുന്നത്. നമ്മളെന്നും ഈ എന്താണ് അത് ഒരിക്കൽ നമ്മുടെ ജഗദീഷ് അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ലീക്ക് ആയ ഒരു സംഭവം മാതൃഭൂമി ചാനലിൽ കൂടിയാണെന്ന് തോന്നുന്നു. എനിക്കത് ഇപ്പോഴും നെറ്റിൽ കിടപ്പുണ്ടത്. അത് മാതൃഭൂമിയുടെ ന്യൂസിനകത്ത് ഈ അദ്ദേഹത്തിൻ്റെയും മിസ്റ്റർ ബാബുരാജിൻ്റെയും വോയിസ് ലീക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളാണ് ഇനി അടുത്ത ഇതിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ താരങ്ങളുടെ കുഞ്ഞുങ്ങളെന്നുള്ളതല്ല, അടുത്ത തലമുറയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും അത് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ ആ ജനറൽ ബോർഡിൽ പറയുകയും ചെയ്തതാണ്. അതാണ് നമ്മളെല്ലാം കരുതേണ്ടത്. കാര്യം നമ്മൾ കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രളയം, ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയം എന്നുള്ള ആ ഒരു സംസ്കാരം, അത് സംസ്കാരമായിട്ടാണ് തോന്നുന്നത്. അതാണിപ്പോൾ കാണുന്നത്. കാര്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരാണിത് നീതി ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് നമ്മൾ എച്ചിലാക്കി വെച്ചിട്ടാണോ പോകേണ്ടത് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി? അത് നമ്മൾ എച്ചിലാക്കി വെക്കരുത്. അവർക്ക് നല്ല ഫ്രഷായിട്ട് അത് ഉപയോഗിക്കത്തക്ക രീതി നല്ല ഒരു അവസ്ഥയിൽ അതിനെ കൈമാറണം. ആ കൈമാറേണ്ട സമയമാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര പരാതികൾ? 3 ഇതുവരെ 3 വന്നു മുകേഷിനെതിരെ. ഇനി വരാനുണ്ടെങ്കിലോ? അപ്പൊ നമ്മൾ അന്നേരം പറഞ്ഞാൽ പോരെ? അല്ല, എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചാണ്. കാര്യം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. എന്താ രാഷ്ട്രീയ ഗൂഢാലോചന? അല്ലായിരിക്കാം. അതൊക്കെ സർക്കാരല്ലേ അത് തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് എനിക്ക് അല്ല, ഈ സാഹചര്യത്തിന്റെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെ ഇനി വരാമോ എന്നുള്ള കാര്യം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഈ രാജ്യത്തേ ഉള്ളവനല്ല. സത്യമാണ്. ആദ്യഘട്ടങ്ങളിൽ ആരോപണങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പരാതിയായി തന്നെ പോലീസിൽ എത്തിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് മുകേഷിനെതിരെ തന്നെ പല പരാതികൾ വരികയാണ്. നിങ്ങൾ ഒഴിച്ച് വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അമ്മയുടെ ഒരു പവർ മേക്കാണ്. 2017 അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആയി. അങ്ങനെയുള്ളവ വരുമ്പോൾ ആരും മറുപടി പറയാതെ ഇട്ടേച്ച് പോവാന്നുള്ളത് ശരിയാണ്. മൗനം വിദ്വാനഭൂഷണം. ഞാനൊരു വിദ്വാനാണ്. സാധ്യത കാണുന്നുണ്ട്. വരണം. അത് ഒരു പുതിയ അതിനകത്ത് ജനറൽ അവരുടെ ബൈലോയിൽ തന്നെ ഉണ്ടത്. നേതൃനിരയിൽ വരണമെന്നുള്ളത് ബൈലോയിൽ തന്നെ പറയുന്നുള്ളത്. അത് വരണം. അതിനകത്ത് എന്താ തെറ്റ്? അത് വരണം. ധാർമ്മികത നല്ലതാണ്. അത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതെ, അത് ഞാൻ എന്ത് പറയാനാ അതിനൊക്കെ? എനിക്ക് സത്യസന്ധ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. 2005 വിവരാവകാശ നിയമം ഇംപ്ലിമെന്റ് ആയിട്ടും വിവരമില്ലാതെ ജീവിക്കുന്ന നമ്മളെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്താ പറയുന്ന പോലെയാണ്. അവർക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ. വിവരമില്ലായ്മ. അതേ പറയാനുള്ളൂ. അല്ലെ, ഔഷധം കുറച്ച് കഴിയുമ്പോൾ എക്സ്പയറി ആവുമല്ലോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഔഷധം ഉപയോഗിക്കരുതെന്നല്ലേ? അതായിരിക്കാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്നുള്ള ഉദ്ദേശമായിട്ടായിരിക്കും അദ്ദേഹം. അതല്ല, ഞാൻ ഔഷധത്തിന്റെ കാര്യം പറഞ്ഞു. അയ്യോ, കാര്യം അങ്ങ് കുറെ നാളുകൊണ്ട് ഒരുപക്ഷെ പുറത്ത് ഒരു പ്രതിരോധിക്കുന്നതിനേക്കാളും കൂടുതൽ അകത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കപ്പിലൂടെയും. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങയുടെ പരാതി ജനുവിനാണ്, WCCയുടെ പരാതിയും ജനുവിനായിരിക്കാം. പക്ഷെ അല്ലാതെ ഇപ്പൊ വരുന്ന ഈ ആരോപണങ്ങൾ അതിലേക്ക് ഒരു എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ടെന്നാണ് അങ്ങ് വ്യക്തിപരമായി അത്
പരിഗണിക്കുന്നത്? സാർ, അത് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങൾ പോലും ആ രീതിയിലല്ല ഇതിനെ എല്ലാം കൂടി അവയിൽ വരുമായിട്ടാണ്. അങ്ങനെ വരുമ്പോഴൊരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ എന്താണ് ഒരു ജുഡീഷ്യൽ ക്ലാഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത് അല്ലേ? ശരിയല്ലേ? അങ്ങനെ പറഞ്ഞ ചോദ്യം ഞാൻ 100% യോജിക്കുന്നു. കാര്യം ഇപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സംബന്ധമായിട്ടുള്ള വിഷയം വന്നപ്പോഴാണ് മറ്റേ എന്താണ് മിസ്റ്റർ രഞ്ജിത്തിന്റെ വിഷയം വരുന്നത്. അത് ഇതിനകത്തൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല. പക്ഷേ എങ്കിലും അത് ഇതുമായിട്ട് ക്ലബ് ചെയ്ത് അങ്ങനെ വന്നു. അത് ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ധാർമ്മികത മൂലം അദ്ദേഹം ചെയ്തു. അത് ഓക്കെ, അതാണ് നമ്മൾ യോജിക്കുന്നത്. പക്ഷേ അപ്പൊ അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പലതും മുങ്ങിപ്പോവുകയാണ്. അങ്ങനെയുള്ള അപ്പൊ ഒരുപക്ഷെ അതിനുവേണ്ടി ഞാൻ അവരങ്ങനെ ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പലതും അങ്ങനെയാണോ വന്നിരിക്കുന്നത് എന്നുള്ള സംശയം എനിക്ക് തോന്നാതിരിക്കുന്നില്ല. അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങ് പറയുന്ന ചോദ്യത്തിനോട് അതെ, കാര്യം ഈ മറ്റതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നതിന് വേണ്ടി പോയി ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി അതൊരു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ സർക്കാരിന്റെ തന്നെ ഒരു തന്ത്രവുമാകാം. പല തീരുമാനങ്ങളും ഇതിന്റെ മറവിൽ നടക്കുന്നുണ്ടെന്ന് കാര്യം അത് എനിക്കും അറിയാം. അത് ഞാൻ പൊളിക്കും, അത്രേ പറയാനുള്ളൂ. എന്തായാലും നാളെ ഹൈക്കോടതി സിറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം.